ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനുമായിട്ടാണ്. അപ്പോൾ ഇതിലൊരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞേരം നമ്മളിതാ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിക്ക് വന്നതാണ്. നമ്മൾ ഡെയിലിയിൽ വർക്കൗട്ട് ചെയ്യാവുന്നെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഒരു 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് നടക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം നമ്മുടെ ശരീരം മൊത്തത്തിൽ വിയർക്കുന്ന രീതിയിൽ നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിനുണ്ടാകുന്ന അനാവശ്യ ടെൻഷനും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുണ്ടാകുന്ന രോഗങ്ങളും കാര്യങ്ങളും എല്ലാം കുറയാനത് സഹായിക്കും കേട്ടോ. പിന്നെ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യുക അല്ലെല്ലാം ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. രാവിലെ എണീച്ച് ബാക്കി എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കണം, ക്ലീനിങ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്യാന്നെല്ലാം പറയുന്നത് മടിയുള്ളത് തന്നെയാണ്. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ സമയം കണ്ടെത്തിയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. നാട്ടിലാകുമ്പോൾ ഡെയിലി ചെയ്യും. ഇപ്പം ഇവിടെ വന്നേരില്ലേ 2 ദിവസമായിട്ടും മടി പിടിച്ചിട്ടുള്ള, പിന്നെ വിചാരിച്ചു മടി പിടിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു നോക്കുക. കാര്യം നമ്മുടെ മനസ്സും നല്ല ഫ്രീ ആവും, ശരീരത്തിനൊരു ഉന്മേഷം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നതാണ്. കുട്ടികൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിത് കോഫിക്ക് വേണ്ടിക്ക് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മുട്ട ഓംപ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട ഓംപ്ലേറ്റിൽ ഞാൻ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് എന്താ പറയുക, നെഗസ്റ്റ് ഇല്ലേ, ചിക്കൻ നെഗസ്റ്റ്, അതും പിന്നെ ബർഗർ പാറ്റിയും കൂടിയിട്ട് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം തീർന്നു പോയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് എന്താ പറയുക ഉപ്മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികളുടേത് ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു നെഗസ്റ്റെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇത് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം.
ഇനിയിപ്പോൾ ഇതാ കച്ചറെല്ലാം നിറഞ്ഞിട്ടുണ്ടായിനി, അത് കൊണ്ടുപോയിട്ട് കളഞ്ഞ് എന്നിട്ട് പുതിയ കവർ അങ്ങനെ വിരിച്ചു കൊടുക്കലാന്ന് കേട്ടോ. ആ ഒരു ടൈമിൽ ചിക്കന് കുക്കാവുമല്ലോ. ഞാനില്ലേ പണിയെടുക്കുന്ന ടൈമിൽ അതിങ്ങനെ കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുകയാണെങ്കിലേ പണികളെല്ലാം പെട്ടെന്ന് തീർന്നിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഫ്രീ ആകാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നെഗസ്റ്റിൽ ശരിക്കും നമ്മൾ KFC ഫ്രൈഡ് ചിക്കൻ കഴിക്കൂലേ, അതേ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിക്കലാണ് നാട്ടിൽ പോകുമ്പം വാങ്ങണമെന്ന്. നമ്മൾ നാട്ടിൽ നിന്ന് ചിക്കനും എന്താ പറയുക ബീഫ് കല്ലുമ്മക്കായെല്ലാം കൊണ്ടുവരൂലേ, അതുപോലെ ഞാനില്ലേ ഇവിടുന്ന് പോകുമ്പം നാട്ടിൽ കിട്ടാത്ത ഇങ്ങനത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെഗസ്റ്റും ബർഗറും എന്താ പറയുക ബർഗർ പാറ്റിയെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുപോക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ എന്താ പറയുക നാട്ടിൽ പോകുന്ന ടൈമിൽ വീഡിയോ ചെയ്യാം കേട്ടോ, നാട്ടിലേക്കായിട്ട് എന്തെല്ലാം ഐറ്റംസ് വാങ്ങിയെന്നെല്ലാം. പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിനി. അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ഇർഫാന ഒറ്റ മോളാണെന്നോന്ന്. എനിക്കൊരു ബ്രദർ ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടാൾക്കാരാണ്, എന്താ പറയുക നമ്മൾ രണ്ടാളാണ്. പിന്നെ എനിക്ക് 3 മക്കളാണ്. എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. മൂത്ത ആൾ ഇപ്പം 10th പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ 9th മൻഹ, മൂത്ത ആൾ മൈസ, മൂന്നാമത്തെ ആളിപ്പോൾ UKG അങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചത്. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ പഴയ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോക്കാം കേട്ടോ, അതിൽ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ബന്നെടുത്തിട്ടുണ്ട്, സമോണിയില്ലേ അതെടുത്തിട്ടുണ്ട്, അത് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മയോണീസും പിന്നെന്താ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കലാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് എന്ന് പറയാം, സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ്. കാര്യം നമ്മളിതിൽ ഒരുപാട് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അധികം ആൾക്കാരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം. ലിറ്റ്യൂസിൻ്റെ ലീഫില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ടാക്കിയിട്ട് ആ ഒരു ചിക്കൻ നെഗസ്റ്റില്ലേ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ നെഗസ്റ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെലോപ്പിനോ പിക്കിൾസ്, ആ ഒരു പിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മുളകില്ലേ ഹെലോപ്പിനോ, എന്താ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഹെലോപ്പിനോന്നും ജെലോപ്പിനോ എന്നെല്ലാം പറയുന്നവരുണ്ട്. ഇതിൻ്റെ പേര്, ഈ ഒരു മുളകിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലല്ലേ സാൻഡ്വിച്ച് വേറെ ലെവലാവും കേട്ടോ, അത്ര അടിപൊളി ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ ഇതാ മുട്ടയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. പിന്നില്ലേ എനിക്ക് നിങ്ങളോട് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ആക്കാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമെന്ന് ഞാൻ തമിഴിൽ പറഞ്ഞിട്ടില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് ഫിദ എന്നാണ്. ആൾ ഇവിടെ ഗൾഫിലാണ്. അപ്പം ഞാനിവിടെ ദുബൈയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിനി, ആളുടെ മോളുടെ ബർത്ത്ഡേക്ക് വരണം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇർഫാന തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഉണ്ടാക്കി തരുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. ഇർഫാനക്ക് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി, മോൾക്ക് അത്ര ഇഷ്ടമെന്ന് ഇർഫാനെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്കങ്ങനെ പറ്റാണ്ടൊന്നുമില്ല, എനിക്കിഷ്ടമൊന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലെല്ലാം. പക്ഷേ എന്താ പറയുക, മോളുടെ ആ ഒരു സ്നേഹവും എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആളുടെ മോള് എൻ്റെ വീഡിയോസ് ഇട്ടപാടെ തന്നെ കാണും. പിന്നെന്താ പാർട്ടി വ്ളോഗാണെന്നൊക്കെ ഏറ്റവും ഇഷ്ടം. ഫുഡെല്ലാം കാണുമ്പോൾ അത് ഉണ്ടാക്കിത്താ ഉമ്മ, എന്താ പറയുക അത് കഴിക്കാൻ തോന്നുന്നെല്ലാം പറയലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇർഫാനയുടെ വന്നേരം എന്താ പറയുക ഇർഫാനയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഫിദാക്ക് എല്ലാവരും ബർത്ത്ഡേ വിഷസ് അറിയിക്കുക കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ ഞാൻ ഫിദാൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമ്പം ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം ആൾക്കാർക്ക് അതത്രയും ഇഷ്ടമാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കാൻ തോന്നുക ആ വീഡിയോയിൽ കാണുമ്പം അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഇതാ അതിനിടയിൽ ഉമ്മ ഉപ്മാവും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഗസ്റ്റെല്ലാം കുറവാണ്ടായിട്ടുണ്ടായിന്, തീർന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ക്ലീനിങ് ആണ്. ഞാനിതാ ആദ്യം തന്നെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിടലാണ്. ഇവിടെ ആകുമ്പം അധികം പണിയൊന്നും ഉണ്ടാവില്ല. ബെഡ്ഷീറ്റ് ഇരിക്കലും കുറച്ച് ആറിടുക, എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ രാത്രിയും അധികം നമ്മൾ പുറത്തുനിന്ന് തന്നെ ആയിരിക്കില്ലേ ഫുഡെല്ലാം കഴിക്കുക.
പക്ഷേ നാട്ടിലാവുമ്പില്ലേ ഫുഡ് ഉണ്ടാക്കണം, എന്താ പറയുക, അടിച്ചു വാരണം, തുടക്കണം, മുറ്റം ക്ലീൻ ആക്കണം, അങ്ങനെ ബാത്റൂം ക്ലീനിങ്, എല്ലാ റൂമും ക്ലീൻ ആക്കണം, അങ്ങനെ ഒരുപാട് പണിയല്ലേ, ഒട്ടും ടൈം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല, പെട്ടെന്ന് എല്ലാ പണിയും തീരും. അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തു പോകാനും കറങ്ങാനെല്ലാം ടൈമും കൂടുതലാണ്. ഇനിയിപ്പോൾ ഇതാ എനിക്ക് കുറച്ച് ഡ്രസ്സെല്ലാം ആറിടാനും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഏകദേശം പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഉച്ചക്കേക്ക് പാൽക്കപ്പയും ബീഫും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചക്കിൽ എന്താ പറയുക, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടാകുന്ന പാൽക്കപ്പ, എന്താ പറയുക, കപ്പയില്ലേ, കപ്പ പാൽക്കപ്പയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കപ്പയിൽ കുറച്ച് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ പറയണം കേട്ടോ, അങ്ങനെ കളർ ചേഞ്ചായ കപ്പ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഞാനെന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി മോശമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനമായിരിക്കും മനസ്സിന്. രാവിലെ എണീക്കുക, നമസ്കരിക്കുക, ഒത്തും കാര്യങ്ങളും കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുക, പിന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അതെല്ലാം ചെയ്താൽ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ കപ്പയും ബീഫാണ്, പാൽക്കപ്പയും ബീഫാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ഉമ്മാനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ ഈ റൂമും കാര്യങ്ങളെല്ലാം ക്ലീനാക്കും, മടക്കി വെക്കും, ഉമ്മ കിച്ചണിലെ കാര്യങ്ങളെല്ലാം നോക്കും, മനിയും സെൻട്രകളെല്ലാം ക്ലീനാക്കും. അങ്ങനെയാണ്, ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, കപ്പ കുറച്ച് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള എന്താ പറയുക, തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോനിക്ക് ഭയങ്കര തിരക്കാണ്. ആ ഒരു ടൈമിൽ മോൻ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നുണ്ട്, എന്താ പറയുക, പൂളിൽ പോവാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കപ്പൻ്റെയിലെ പാൽക്കപ്പൻ്റെയും ബീഫിൻ്റെയും ഒറിജിനൽ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ പാൽക്കപ്പ ബീഫ് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു വ്ളോഗിലാണ് അത് ചെയ്തിട്ടുണ്ടായിനി. കാണാത്തവർ കണ്ടോക്കാം, അടിപൊളി ടേസ്റ്റിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയ വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോ കാണാത്തവർ കണ്ടോക്കാം. അതുകൊണ്ടാണ് ഞാൻ പാൽക്കപ്പിൻ്റെ ബീഫിൻ്റെയും റെസിപ്പി ചെയ്യാണ്ടുന്നത്. പിന്നെ എന്താ പറയുക, കപ്പ കുറച്ച് കളറും ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വ്ളോഗിൽ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന്. അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയാനാണ്. ഒരുപാട് റെസിപ്പീസ് എന്താ പറയുക ചെയ്തിട്ടുണ്ട്, പാർട്ടി വ്ളോഗും എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പം ചെറിയ ഷോർട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി വീഡിയോ ഇർഫാന ഷംഷീർ പാൽക്കപ്പ റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വീണ്ടും പറയാൻ കാര്യം, അധികം ആൾക്കാരും വീണ്ടും ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയാൻ കാര്യം.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ പൂളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഓനിക്ക് ഭയങ്കര നിർബന്ധം. ഞാനില്ലേ ഓനിതുവരെ സ്വിം ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. ഉപ്പോനെ പഠിപ്പിച്ചിട്ടുണ്ടായിനി. വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക ഓൻ്റെ ഒപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകലാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളിവിടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. കുറച്ച് ഐസ്ക്രീമെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നെക്സ്റ്റെല്ലാം തീർന്നിട്ടില്ലേ, അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നിലെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിനി. അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി ഡേ ഇൻ മൈ ലൈഫിൽ എന്താ പറയുക കുക്കിങ്ങും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞവരുണ്ട്. ഇർഫാനാൻ്റെ എല്ലാ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞവരുണ്ട്. റെസിപ്പി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞവരുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക കുക്കിങ്ങും ക്ലീനിങ്ങും എന്താ പറയുക ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ ഇൻഷാ അല്ലാ നമ്മുടെ ഫിദാൻ്റെ ബർത്ത്ഡേ വ്ളോഗും ചെയ്യണമെന്നുണ്ട്. അതും ചെയ്യാം. പിന്നെ ഇർഫാനെടുന്ന മാക്സി ഡ്രസ്സിന് 1500 രൂപയുണ്ട്, അത് വാങ്ങാൻ കഴിയൂല എന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. ഞാനിടുന്ന ആ ഒരു മാക്സി അതിന് 1500 രൂപ ഒന്നും ഇല്ല കേട്ടോ. നാട്ടിൽ ഞാനൊരു ഷോപ്പിൽ പോയാലും 750 ഉണ്ട്, 800 ആ ഒരു റേറ്റാണ്. ഇവിടെ ഗൾഫിൽ 20 ദിർഹംസ് എങ്ങാനുമാണ്. ഇൻഷാ അല്ലാ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഷോപ്പിൽ പോയിട്ട് ആ ഒരു മാക്സിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളും. 1500 എന്തായാലും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു നെഗസ്റ്റ് അതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെന്താ അബായ ഷോപ്പിൽ പോയിട്ട് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ അബായെല്ലാം എടുക്കാൻ പോകുമ്പം വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിനി. എല്ലാം ഇപ്പം എനിക്കില്ല വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എല്ലാവരെയും കമൻറ്റ് വായിച്ചിട്ടുണ്ടായിനി. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും. പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഷോപ്പിങ്ങെല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇതാ രാത്രി നമ്മൾ പുറത്തു പോകാൻ പോലാണ്. രാത്രി കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇടൂലാടാന്നെല്ലാം പറഞ്ഞിട്ട് ഓനതൊന്നും മൈൻഡാക്കാണ്ട് ഇട്ടിട്ട് മൈസ ഫോട്ടോ എടുക്കാൻ്റെ എന്നെല്ലാം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എൻ്റെ അത് എടുത്തതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ മുഹമ്മദിന് ഭയങ്കര കിബ്രാന്ന്, അത് പറഞ്ഞിട്ട് 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ പറയല്ല മോന് പാവം മോനെ അങ്ങനെ പറയലാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. നമ്മൾ ഈ ഒരു ഭാഗത്തിലെ കിബ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമാശക്കും അറിയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പുറത്തേക്ക് പോലാണ്. പിന്നിൽ ഈ വീഡിയോയിൽ ഞാൻ അധികം ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാര്യം ഞാൻ വന്നിട്ടൊന്ന് എന്താ പറയുക നമ്മൾ വന്ന പാടല്ലേ. പിന്നെ ഷോപ്പിംഗ് വീഡിയോ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിലെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് റോട്ടിസറി ചിക്കനും പിന്നെ ഫത്തോഷ് സലാഡും തബൂലെ എന്ന് പറഞ്ഞ ഒരു സലാഡും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫത്തോഷ് സലാഡെല്ലാം.
പിന്നെ ഇതാ സ്റ്റഫ്ഡ് ചിക്കനും സ്റ്റഫ്ഡ് ലാമ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഈ ഒരു ചിക്കനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ആ ഒരു സ്റ്റഫ്ഡ് ലാമ്പ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ചിക്കൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.